ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മൈ ചാനൽ ഏജ് ടുവിലേക്ക് സ്വാഗതം. ശിവപുരാണം അനുസരിച്ച് ഒരിക്കൽ സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവും വിഷ്ണുവും തങ്ങളുടെ ആധിപത്യത്തെക്കുറിച്ച് തർക്കത്തിലേർപ്പെട്ടു. തർക്കം പരിഹരിക്കുന്നതിനായി ശിവൻ 3 ലോകങ്ങളെയും തുളച്ചുകയറി അനന്തമായ ഒരു പ്രകാശസ്തംഭമായി ജ്യോതിർലിംഗമായി പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവും വിഷ്ണുവും യഥാക്രമം ഒരു പ്രകാശസ്തംഭത്തിലൂടെ കയറിയിറങ്ങാൻ തീരുമാനിച്ചു. ഇരുദിശകളിലുമുള്ള പ്രകാശത്തിന്റെ അവസാനം കണ്ടെത്താൻ ചില ആവർത്തനങ്ങൾ അനുസരിച്ച് ഈ ദൗത്യം കൈവരിക്കുന്നതിനായി വിഷ്ണു തന്റെ വരാഹ അവതാരം സ്വീകരിച്ചു. അതേസമയം ബ്രഹ്മാവ് ഒരു ഹംസത്തിൽ സഞ്ചരിച്ചു. പ്രകാശത്തിന്റെ അവസാനം കണ്ടെത്തിയതായി ബ്രഹ്മാവ് കള്ളം പറഞ്ഞു. തെളിവായി ഒരു കേതകി പുഷ്പം ഉൽപ്പാദിപ്പിച്ചു. അതേസമയം തന്റെ യാത്രയിൽ നിന്ന് പ്രകാശത്തിന്റെ അവസാനം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് വിഷ്ണു സമ്മതിച്ചു. ബ്രഹ്മാവിന്റെ സത്യസന്ധതയില്ലായ്മ ശിവനെ കോപാകുലനാക്കി. തന്നെ ആരാധിക്കില്ലെന്ന് സ്രഷ്ടാവിനെ ശപിക്കാൻ കാരണമായി. തന്റെ സത്യസന്ധതയ്ക്ക് വിഷ്ണു എന്നേക്കുമായി ആരാധിക്കപ്പെടുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളെ ശിവൻ അഗ്നിജ്വാലയായി പ്രത്യക്ഷപ്പെട്ട ക്ഷേത്രങ്ങളായി കണക്കാക്കുന്നു. തുടക്കത്തിൽ 64 ജ്യോതിർലിംഗങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെട്ടു. അതിൽ 12 എണ്ണം വളരെ ശുഭകരവും പവിത്രവുമായി കണക്കാക്കപ്പെടുന്നു. 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ഇതൊക്കെയാണ്: സോമനാഥ് ഗുജറാത്ത്, മല്ലികാർജുന ആന്ധ്രാപ്രദേശ്, മഹാകാലേശ്വർ മധ്യപ്രദേശ്, ഓംകാരേശ്വർ മധ്യപ്രദേശ്, ശ്രീശൈലം ആന്ധ്രാപ്രദേശ്, കേദാർനാഥ് ഉത്തരാഖണ്ഡ്, ഭീമാശങ്കർ മഹാരാഷ്ട്ര, വിശ്വനാഥ് വാരാണസി, ത്രയംബകേശ്വർ മഹാരാഷ്ട്ര, വൈദ്യനാഥ് ജാർഖണ്ഡ്, നാഗേശ്വർ ഗുജറാത്ത്, രാമേശ്വരം തമിഴ്നാട്. ഹിന്ദു ഗ്രന്ഥങ്ങളനുസരിച്ച് ജ്യോതിർലിംഗങ്ങൾ ശിവൻ സ്വയം ഒരു പ്രകാശസ്തംഭമായി പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളാണ്. എല്ലാ 12 ജ്യോതിർലിംഗങ്ങളും സന്ദർശിക്കുന്നത് ഒരു പ്രധാന തീർത്ഥാടനമായി കണക്കാക്കപ്പെടുന്നു. ഇത് ശിവന്റെ അനുഗ്രഹവും ആത്മീയമായ ഉണർവും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശിവപുരാണം എന്നത് ഹൈന്ദവ പുരാണങ്ങളിൽ ഒന്നാണ്. ഇതിൽ ശിവനെ കേന്ദ്രീകരിച്ചുള്ള പ്രപഞ്ചശാസ്ത്രം, പുരാണങ്ങൾ, ധാർമ്മികത, യോഗ തുടങ്ങിയ വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇത് ശൈവമതത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രധാന ഉറവിടമാണ്. ചില പണ്ഡിതർ ഇത് ഒരു മഹാപുരാണമായി കണക്കാക്കപ്പെടുന്നു. മറ്റു ചിലർ ഇത് ഒരു ഉപപുരാണമാണെന്ന് കണക്കാക്കുന്നു. വ്യാസമഹാമുനിയാണ് ഇത് രചിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശിവപുരാണത്തിൽ 100,000-ലധികം ശ്ലോകങ്ങളാണ് ഉള്ളത്. ശിവനും അനുയായികളും തമ്മിലുള്ള ബന്ധം, പ്രപഞ്ചശാസ്ത്രം, ധാർമ്മികത, യോഗ, തീർത്ഥാടന സ്ഥലങ്ങൾ, ഭക്തി തുടങ്ങിയ വിഷയങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. വായുപുരാണത്തെയും ശിവപുരാണത്തിന്റെ ഭാഗമായി ചിലപ്പോൾ കണക്കാക്കാറുണ്ട്. എന്നാൽ പുതിയ കണ്ടെത്തലുകൾ അനുസരിച്ച് ഇവ രണ്ടും വ്യത്യസ്ത ഗ്രന്ഥങ്ങളായി കണക്കാക്കപ്പെടുന്നു. വായുപുരാണം 2-ാം നൂറ്റാണ്ടിന് മുമ്പ് രചിക്കപ്പെട്ട ഏറ്റവും പഴയ ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നു.